ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ chess.com പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഡൈനോസോർസ് ബോട്ട്സിന്റെ ഫസ്റ്റ് ബോട്ടായ ടീറക്സും ആയിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കളി തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, ഞാൻ 3 സ്റ്റാർ ഇട്ടാണ് കളി തുടങ്ങുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവായിട്ട് D4 പുഷ് ചെയ്ത് കളി ആരംഭിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് കളിച്ച് എൻ്റെ ബാക്കിയുള്ള പീസസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ക്വീനും കൂടി ഡെവലപ്പ് ആയതോടുകൂടി എൻ്റെ പീസ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ക്യാസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗെയിം ഈസ് പീസ്ഫുൾ. ഇനി ഞാൻ എൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഞാൻ എൻ്റെ റൂക്കിനെ സെൻട്രൽ ഫയലിലേക്ക് കൊണ്ടുവരുവാണ്. ഓക്കെ, ഞാൻ ഇനി ഇവന്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഇതൊരു സെൻട്രൽ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൽ എൻ്റെ നൈറ്റ് ഇപ്പം ഇരിക്കുമ്പോൾ അത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പീസാണ്. ഞാൻ ഈ മൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവന്റെ ബിഷപ്പിനെ തിരിച്ച് കളിക്കുമ്പോൾ അതുവഴി എനിക്കൊരു മൂവ് എക്സ്ട്രാ കിട്ടുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ കളിച്ച് ഈ സെന്റർ ബ്രേക്ക് ചെയ്യാണ്. കാരണം അവൻ ഇപ്പോഴും ക്യാഷിൽ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യും. ഇവിടെ ഞാൻ ഇവിടെ ഒന്ന് കളിച്ച് ക്വീൻ ഉപയോഗിച്ച് വല്ലതും ഒരു അറ്റാക്കിനായിട്ട്. ഓക്കെ, അവന്റെ റൂക്കിനെ ഫസ്റ്റ് തന്നെ ബ്ലണ്ടർ ചെയ്തു. ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്യാമോ? ഈ ബോട്ട് ഒരു ബിഗിനർ ലെവൽ ബോട്ടാണ്. സോ നമുക്കൊന്ന് ഇവന്റെ നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റാം. കാരണം എനിക്ക് ഇവിടെ ചില സ്ക്വയേഴ്സ് നല്ല ആക്ടിവിറ്റി കിട്ടും. ഓക്കെ, ഇവന്റെ നൈറ്റിനെ ഞാനിപ്പോ ഈ റൂക്കുമായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ആ നൈറ്റിനെ ഫ്രീ ആയിട്ട് കിട്ടി. കാരണം അവൻ എന്റെ നൈറ്റിനെ വെട്ടിയ അവന്റെ റൂക്ക് പോവും. അതെ, ഞാൻ അവന്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അവന് ഒരു ചെക്കും കൂടി വെച്ചു കൊടുക്കുക. നമ്മൾ ഈ റിപ്പീറ്റഡ്ലി ചെക്ക് കൊടുക്കണം അവനൊന്ന് കുറച്ച് ടെമ്പോ എടുക്കാനാണ്. ഇപ്പൊ ഇതെനിക്കൊരു ഫ്രീ പോണായതുകൊണ്ട് ഞാൻ ആ പോണിനെ ക്യാപ്ചർ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അവൻ ഈ പോണിനെ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് പിണ്ടാണ്. പക്ഷെ ഇതിനെ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് എന്തൊക്കെയോ ടാക്ടിക്സ് ഉള്ളത് പോലെ തോന്നുന്നു. നമുക്കിപ്പോ ആ ടാക്ടിക്സ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോ ഇതിനെ ഉപയോഗിച്ച് ഇവന്റെ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ഇവൻ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. കാരണം പോൺ പ്രൊമോഷൻ നടക്കും. ഞാൻ എന്ത് ചെയ്യും? അപ്പോ ഇതിനെ വെച്ച് ബ്ലോക്ക് ചെയ്യും. എന്നാൽ ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിങ്ങനെ വെട്ടി ചെക്ക് കൊടുക്കാം. കാരണം റൂക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ആ മൂവ് നടക്കില്ല. പോൺ പ്രൊമോഷൻ ഇപ്പൊ ഉള്ളത് കൊണ്ട് പോൺ പ്രൊമോഷൻ നടത്തിയാലും നമ്മൾ അതിനെ വെട്ടും.
സോ ഇവിടെ ഒരു ടാക്ടിക്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പോണിനെ ഇങ്ങനെ പിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സപ്പോർട്ടും ഇത് അവൻ ഫ്രീ ആയിട്ട് നമുക്ക് അവന്റെ ക്വീന് വന്നു. ഇപ്പോ അത് പറ്റില്ല. ഓക്കെ, നമ്മൾ ഇവിടെ ചെക്ക് കൊടുത്ത നമുക്ക് ഇവിടെ വെച്ചൊരു ചെക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇട്ട് ചെക്ക് കൊടുക്കുമ്പോൾ മെയ്റ്റ് ആയി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടീറക്സ് ബോട്ടിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത റോബോട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാം. സോ താങ്ക് യു.